ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ആഴ്ചയിൽ നമ്മൾ ഓർക്കുന്നത് ഏലിശുവയുടെ അടുക്കിലേക്കുള്ള മറിയാമിൻ്റെ യാത്രയെക്കുറിച്ചാണ്. ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നീതിയാകുന്ന ഏലിശുബായുടെയും സത്യമാകുന്ന കന്യാമറിയാമിൻ്റെയും കൂടിക്കാഴ്ച പറഞ്ഞറിയിക്കുവാൻ ആവാത്ത വിധം വളരെ മനോഹരമായിരുന്നു. അതാണ് 85-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് പാടിപ്പറഞ്ഞിരിക്കുന്നത്: ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നസറേത്തിൽ നിന്ന് 100 മൈൽ അകലെയുള്ള യഹൂദ്യ മലനാട്ടിലേക്കാണ് മറിയാം യാത്ര ചെയ്തത്. യാത്രാമധ്യേ പലവിധമായ ചിന്തകൾ തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആ ചിന്തകളുടെ ചുരുക്കമാണ് അവളുടെ മഹത്വഗാനം. ഇംഗ്ലീഷിൽ അതിനെ മാഗ്നിഫിക്കേറ്റ് എന്ന് പറയും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരെയും അവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയും ദൈവത്തിനു വേണ്ടി ജീവിച്ചിട്ടുള്ള പ്രവാചകന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവൾ ഓർക്കുകയാണ്. എല്ലാവരോടുമുള്ള വാഗ്ദത്തങ്ങളെയും പ്രവചനങ്ങളുടെ നിവൃത്തി തന്നിൽ ആണല്ലോ എന്നോർത്ത് അവൾ ആത്മാവിൽ ഉല്ലസിക്കുകയാണ്. ഈ ചിന്താഭാരത്തോടും ഉല്ലാസത്തോടും കൂടിയാണ് അവൾ സക്കറിയായുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ വൃദ്ധനായ പുരോഹിതനാണെങ്കിൽ ഊമനായിരുന്നുകൊണ്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 6 മാസം ഗർഭിണിയായ ഏലിശുവ പുറത്തു പോകാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു. കന്യാമറിയാം ഏലിശുവയുടെ ഭവനത്തിൽ കയറി ചെന്നപ്പോൾ ഒരു നല്ല അന്തരീക്ഷം ആ ഭവനത്തിൽ കാണുവാനിടയായി. ദൈവിക ഭവനാന്തരീക്ഷം എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും. കന്യാമറിയാം ഏലിശുവയെ കണ്ട മാത്രയിൽ കർത്താവ് നിന്നോടുകൂടെ, അഥവാ നിനക്ക് സമാധാനം, അല്ലെങ്കിൽ ശ്ലോമോ എന്ന അനുകമ്പപൂർവ്വം മാധുര്യത്തോടെ ഉച്ചരിച്ചു. ഈ സമാധാന സ്വരം ശ്രവിച്ചപ്പോൾ 6 മാസമായ കുഞ്ഞ് ഏലിശുവയുടെ ഉദരത്തിൽ തുള്ളുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ സാധിക്കുകയില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ശിശുസ്നാനം ശരിയല്ലേ? മറിയാം ആലപിച്ച മഹത്വഗാനം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 56 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാവുന്നതാണ്. മറിയാമിൻ്റെ പാട്ട് മനുഷ്യഹൃദയം ആലപിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും മാധുര്യമേറിയ ഗാനമാണ്. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെക്കുറിച്ച് എല്ലാ പുസ്തകത്തിൽ നിന്നും ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ഗാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമത്തിൻ്റെ രത്നച്ചുരുക്കം ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ ആത്മീയമായ ഉല്ലാസം, വിനയത്തിന്മേലുള്ള കടാക്ഷം, അഹങ്കാരത്തിൻ്റെ തോൽവി, താഴ്മയുള്ളവരുടെ ഉന്നതി, അഹങ്കാരികളുടെ തകർച്ച, പട്ടിണിക്കാരുടെ സംതൃപ്തി, ധനവാന്മാരുടെ വിശപ്പ് എന്നിവ ഇതിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ സഭ ദിവസവും ഈ ഗാനം ആവർത്തിച്ചാലപിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും മറിയാം പറഞ്ഞ എന്തെന്നാൽ എന്നുള്ള പ്രാർത്ഥന, ആ പാട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വേദശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഏലിശുബ വിശുദ്ധ ആത്മാവിലാണ് സംസാരിച്ചതെന്നുള്ള സത്യം ആരും നിഷേധിക്കുകയില്ല. മറിയാമിൻ്റെ ഉദരത്തിൽ സാക്ഷാൽ യഹോവയെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നവളെ സംബോധന ചെയ്യുന്നു. ദ മദർ ഓഫ് മൈ ലോഡ് ഷുഡ് കം ടു മീ. ദൈവത്തെ തന്നെ അല്ലാതെ കർത്താവ് എന്ന വാക്ക് ആരെയും സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ മറിയാം സത്യമായും ദൈവമാതാവാണ്. ഈ ഭാഗത്ത് നിന്ന് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഒന്ന്, വിശുദ്ധ മാതാവ് ഏലിശുവയെ കാണുവാൻ താല്പര്യത്തോടെ യഹൂദ്യ മലനാട് കയറിയതുപോലെ
അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും നാമും നമ്മുടെ ആരാധനയിലും ദിവ്യ സംസർഗത്തിലും താല്പര്യമുള്ളവരായിരിക്കുകയും അതിന് ഒരുങ്ങി വരികയും വേണം. അവിടെ നമുക്ക് കർത്താവിനെ കാണുവാനായി സാധിക്കും. രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളുടെയും കൂടിക്കാഴ്ചയിൽ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്കുകൾ ഉണ്ടായതുപോലെ നമ്മുടെ ഭവനങ്ങളിലെ കൂടിക്കാഴ്ചകളിലും ആവശ്യമില്ലാത്ത സംസാരം, പരദൂഷണം, ശാപങ്ങൾ എന്നിവയല്ല ഉണ്ടാകേണ്ടത്. പിന്നെയോ പ്രാർത്ഥന, സന്തോഷം, അനുഗ്രഹം എന്നിവയാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് നമ്മുടെ പല ഭവനങ്ങളിലും നമ്മൾ ഒന്നിച്ചു കൂടിയാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരെക്കുറിച്ചുള്ള പരദൂഷണമാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇതൊന്നും ദൈവികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവസന്നിധിയിൽ ഈ രണ്ട് സ്ത്രീകൾ ഉല്ലസിച്ചതുപോലെ നാമും ആരാധനാ സമയങ്ങളിൽ, പ്രാർത്ഥനാ സമയങ്ങളിലും മാനസികമായി ഉല്ലസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങളാണ്. ഈ പ്രാർത്ഥനകളില്ലാതെ ഈ ആരാധനയിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിങ്കിലേക്ക് അലിഞ്ഞു ചേരുവാനും നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ആ പ്രത്യേകമായ സാഹചര്യത്തിൽ മാതാവിനെ ഓർക്കുകയും എലീശബയെ ഓർക്കുകയും ആ നീതിയുടെ അനുഭവത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ, ആ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, അവരുടെ മധ്യസ്ഥത യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ എല്ലാ സമയങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ ദൈവം നമ്മളെ വഴി നടത്തട്ടെ. സകലവും നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. എലിശുബായൂഹാനോൻ മാതാ മശിഹാദൻ മാതാ മാറിയാം രാജേഷ്ടം കിട്ടിയ ഹർമ്മ്യങ്ങൾ വന്ധ്യതയും കന്യാവ്രതവും പൈതലിനോടൊത്തും പുതിയതു പഴമയോടൊന്നീച്ചും കുശലം ചൊല്ലിച്ചാഞ്ചാടി ചൊന്നാൻ യൂഹാനോൻ ലോക ക്ഷേമകര വന്നാലും നീ. സ്നേഹവാനായ ദൈവമേ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഐശ്വര്യവും സമൃദ്ധിയുള്ള നന്മ നിറഞ്ഞ കുടുംബങ്ങളായിരിക്കണമേ. മാതാവിൻ്റെയും എലീശബയുടെയും കൂടിക്കാഴ്ച അനുഗ്രഹകരമായി തീർന്നതുപോലെ ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് അനുഗ്രഹത്തിനായി തീരണമേ. ഞങ്ങളുടെ കൂടിക്കാഴ്ച മുഖാന്തരം ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും അവിടുന്ന് നൽകണമേ. ആവശ്യമില്ലാത്ത സംസാരം, പരദൂഷണം, അസൂയ, ശാപങ്ങൾ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. ഈ രണ്ട് സ്ത്രീകൾ നിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചതുപോലെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുന്നല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാശ്രയമില്ല. ഞങ്ങളോട് ഓർത്തതുപോലെ ആരാധനയിലും പ്രാർത്ഥനയിലും ഉത്സാഹവും ഊർജവും കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം തിരുവിൻ ഭാഗത്തരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഈ കോവിഡ് കാലത്ത് വേദനയിലും പ്രയാസത്തിലും ദുഃഖത്തിലും പട്ടിണിയിലും കഴിയുന്ന എല്ലാവരെയും തിരുവിൻ ഭാഗം സമർപ്പിക്കുന്നു. ഉറ്റവരോടെവരും കടന്നുപോയി ദുഃഖിക്കുന്നവരെ തിരുവിൻ ഭാഗത്തരുന്നു. കർത്താവെ, ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി നീക്കിക്കളയണമേ. അനുഗ്രഹവും സമൃദ്ധിയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ.
ഈ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ഞങ്ങൾക്കുള്ള സകലവും തിരുവൻപാകം തരുന്നു. സങ്കീർത്തനക്കാരൻ പാടിപ്പറയുന്നത് പോലെ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശരക്ഷിയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആയതുപോലെ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ. നിന്നുള്ള പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങൾക്കുള്ള സകലവും തിരുവൻപാകെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സകലവും പിതാവേ അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.